വൃദ്ധയായി എലിസബത്ത് ഒരു ശിശുവിനെ ഗർഭം ധരിക്കാൻ പോകുന്നു എന്നുള്ള സത്വാർത്ത അത് മറിയത്തെ ഏറെ സന്തോഷവതിയാക്കി മാറ്റുകയാണ്. എലിസബത്ത് പുണ്യവതിയും മറിയവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്ന, ദൈവസ്നേഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന, പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും ആ വലിയ ആർദ്രമായ സ്നേഹത്തിൻ്റെ ആ ആഴം ബോധ്യപ്പെടുത്തി തരുന്ന മനോഹരമായ വചനമാണ് ഇന്ന് നാം ധ്യാനിക്കുക. ഈ ഒരു വചനത്തിൻ്റെ ആഴമാണ് മറിയത്തിൻ്റെയും എലിസബത്ത് പുണ്യവതിയുടെയും കുടുംബജീവിതം ഇത്ര ധന്യമായി തീരുന്നതിന് കാരണമായത്. പ്രഭാഷകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ഉള്ളിൽ നന്മയോ തിന്മയോ എന്താണോ അത് നിന്റെ മുഖത്ത് തെളിഞ്ഞു വരും എന്ന്. നിന്റെ ഉള്ളിൽ നന്മയോ തിന്മയോ അതെന്തു തന്നെയായാലും അത് നിന്റെ മുഖത്ത് നിഴലിക്കുമെന്ന് പ്രഭാഷകൻ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ആ പാഠം ഇതാണ്. പ്രഭാഷകൻ ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ നമുക്ക് നന്മയുടെ മുഖം വെളിപ്പെടുത്തി തരുന്ന, നന്മയുടെ ഐശ്വര്യത്തിൻ്റെയും പ്രഭ തൂകുന്ന ആ മുഖം നമുക്ക് കാണിച്ചു തരുന്ന വ്യക്തിത്വമാണ് മറിയം. തൻ്റെ കൂടെയുള്ള വാർദ്ധക്യത്തിലായ എലിസബത്ത് പുണ്യവതി ഗർഭാവസ്ഥയിലേക്ക് കടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതീവ സന്തോഷവതിയാകുന്ന മറിയം തനിക്ക് കിട്ടിയ ദൈവികമായ വലിയ സത്വാർത്ത അത് പകരം വെച്ച് പോകുമോ, വീതം വെച്ച് മാറ്റുമോ എന്നുള്ള അസൂയയുടെയോ വിദ്വേഷത്തിൻ്റെയോ മറ്റുള്ള സ്വാർത്ഥതയുടെയോ ഒരു ലക്ഷണവും അവിടെ കടന്നു വരാതെ പൂർണ്ണമായും ലാളിത്യത്തിലേക്ക് ഇറങ്ങുന്ന, തന്നെപ്പോലെ തന്നെ തൻ്റെ സഹോദരിയെ കാണുന്ന, തൻ്റെ ജ്യേഷ്ഠ സഹോദരിയെ കാണുന്ന ആ മനസ്സിൻ്റെ പക്വമായ അവസ്ഥ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരണം. ഭാര്യയോ ഭർത്താവോ ആരുമാകട്ടെ, അമ്മയോ അമ്മായിയമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മായിയപ്പനോ, ഈ സ്ഥാനങ്ങൾ ഏതുമാകട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട മക്കളെ നമ്മെ സ്വാധീനിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും ഈ ഹൃദയത്തിൻ്റെ നൈർമല്യമാണ്. നിങ്ങളുടെ ഹൃദയം നൈർമല്യമാണെങ്കിൽ മുഖശോഭ വർദ്ധിക്കും. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ മുഖത്ത് പ്രസന്നത കൂടും. അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. നീ ബലിപീഠത്തിലേക്ക് കാഴ്ച അർപ്പിക്കുവാൻ പോകുന്നുവെങ്കിൽ, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ട് നിന്റെ സഹോദരനെങ്കിൽ, നീ ബലിവസ്തുവോടെ വച്ചിട്ട് പോയി അവനുമായി രമ്യപ്പെടുക. മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. നീ ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ പോകുന്നുവെങ്കിൽ, ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ പോകുന്നുവെങ്കിൽ, നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുവോടെ വച്ചിട്ട് നീ പോയി സഹോദരനുമായി രമ്യപ്പെടുക. നമ്മുടെ കുടുംബ പശ്ചാത്തലം എടുക്കുമ്പോൾ വെറുപ്പിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വലിയ കുടീരമായി നമ്മുടെ ജീവിതങ്ങൾ മാറുന്നതിന് ഈ വചനം ഏറ്റവും വലിയ ഔഷധമായി മാറട്ടെ. ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം, അതല്ലെങ്കിൽ സഹോദരിയോടാകാം, സഹോദരനോടാകാം, അമ്മായിയമ്മയോടാകാം, മരുമോളോടാകാം, ഏത് വിധേനയും ഈ വിദ്വേഷത്തിൻ്റെ നുര പതഞ്ഞാൽ നിന്റെ ഭവനത്തിന് ശാന്തി ഉണ്ടാകുകയില്ല, ഐശ്വര്യം ഉണ്ടാവുകയില്ല, പങ്കുവയ്പുണ്ടാവുകയില്ല, ഐക്യമുണ്ടാവുകയില്ല. എന്നും ഇരുളടഞ്ഞ അന്ധകാരത്തിൻ്റെ നിഴലിൽ വമിക്കുന്ന ഇടമായി, ഭവനമായി നീ എന്നും അവിടെ വസിക്കേണ്ടതായി തീരും. ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും. എന്നും വീർപ്പ് മുട്ടി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ ഭവനം നിനക്ക് ശവകുടീരം പോലെയുള്ള അനുഭവമായി മാറും. അവിടെയാണ് മാതാവ് എലിസബത്ത് പുണ്യവതിയുടെ അരികിലേക്ക് 39-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ കാണുന്നത്. അവൾ തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭാവസ്ഥയിലാകുന്നു എന്ന് കേട്ടപ്പോൾ, ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ ആ മലമുകളിലേക്ക് അവൾ ഓടിപ്പോവുകയാണ്. ആ മലമടക്കുകൾ താണ്ടി ഓടാൻ അവൾക്ക് മടിയുണ്ടാകുന്നില്ല. ഉത്സാഹത്തോടെ അവൾ ഓടുന്നു. 39-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്നത്, മാതാവ് എലിസബത്ത് പുണ്യവതിയെ കണ്ട് താണു വണങ്ങുന്നതാണ്. പിന്നീട് അവൾ അവിടെ താമസിക്കുകയാണ്. എലിസബത്ത് പുണ്യവതിയുടെ കൂടെ വസിക്കുകയാണ്. അങ്ങനെ 3 മാസത്തോളം മറിയം അവളോടൊപ്പം താമസിച്ചു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ധ്യാനം ഇതാകട്ടെ. നിന്റെ കുടുംബജീവിതത്തിൽ ഇപ്രകാരം ഐക്യത്തിൻ്റെ
സന്ദേശം നിന്റെ ഭവനത്തിലേക്ക് വരാൻ ഈ അമ്മ നൽകുന്ന പാഠമുണ്ടല്ലോ. സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ, പങ്കുവെപ്പോടെ സ്വയം എളിമപ്പെടാൻ, വിനയപ്പെടാൻ നിനക്ക് ലഭിക്കുന്ന നിന്റെ കുടുംബം അനുഗ്രഹമാകണം. നീ മറ്റൊരു കുടുംബത്തിലേക്കൊന്നും പോകണ്ട. നീ നിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതി. നിന്റെ ഭവനത്തിലെ നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമകളുമായിട്ടുള്ള കൂടിച്ചേർന്നുള്ള ജീവിതമുണ്ടല്ലോ, ആ കുടുംബ പശ്ചാത്തലം മാത്രം മതി അനുഗ്രഹത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറാൻ. നീ മറ്റൊരുവൻ്റെ കുടുംബത്തിലേക്ക് നോക്കണ്ട. മറ്റൊരുവൻ്റെ കുടുംബം നിനക്ക് പാഠമാക്കാൻ നീ ഒന്നും ശ്രമിക്കണ്ട. നിന്റെ ഭവനത്തെ മാത്രം നോക്കിയാൽ മതി. ഗലാത്യർക്കെഴുതിയ ലേഖനം പൗലോസ്ലീഹ പ്രകാരം 5-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിലൂടെ പറയുക, അങ്ങനെ സ്നേഹത്തിലും സൗഹൃദത്തിലും നീ ജീവിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിന്റെ കുടുംബം അനുഗ്രഹീതമാകും. അതല്ലെങ്കിൽ നിനക്കെന്നും ദുഃഖമാകും, ദുരിതമാകും, എന്നും സങ്കടമാകും. ഒന്നിനും നിനക്ക് സംതൃപ്തി കാണില്ല. സങ്കടം കൊണ്ട് നീ ജീവിതം താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. വലിയ ഭാരമായി നിന്റെ കുടുംബജീവിതം തീരും. നിന്റെ മക്കളും നിന്റെ സ്വത്തുക്കളും എല്ലാം നിനക്ക് അനുഭവിക്കാൻ പറ്റാത്ത ദുഃഖാവസ്ഥ ഉളവാക്കും. എന്നും നിരാശ മാത്രം. നിന്റെ മുഖം മ്ലാനവതമാകും. അങ്ങനെ കരിന്തിരി പോലെ എരിയുന്ന കുടുംബങ്ങളാകാതെ അമ്മ മാതാവ് പരിശുദ്ധ മറിയം ഈ 2-ാം ദിവസം നമ്മെ പഠിപ്പിക്കുന്ന പാഠം, നീ നിന്റെ അരികിലുള്ള ആളിനോട് സ്നേഹത്തോടെ, സൗമ്യമായി, എളിമയോടെ, പൂർണ്ണമായ ദാസ്യഭാവത്തോടെ നീ ഒന്ന് ജീവിച്ചു നോക്കിക്കേ. നിന്റെ ഭവനം അനുഗ്രഹീതമാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.